കേരളത്തിലെ കൃഷി ഇപ്പോൾ പഴയ രീതിയിൽ മാത്രമല്ല. ടെക്നോളജി, സ്മാർട്ട് ഫാമിംഗ്, എക്സോട്ടിക് കൾട്ടിവേഷൻ എല്ലാം കൂടി അഗ്രികൾച്ചർ ഒരു പുതിയ കാലത്തേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. പണ്ടുകാലത്ത് ഒരേ ഒരു വിളയിൽ മാത്രം ആശ്രയിച്ചിരുന്ന പല ഫാർമേഴ്സും ഇപ്പോൾ മൾട്ടിപ്പിൾ ഇൻകം സോഴ്സ് ഉണ്ടാക്കുന്ന രീതികളിലേക്ക് മാറുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മിക്സ്ഡ് ഫാമിംഗ്. അതായത് ഒരേ സ്ഥലത്ത് തന്നെ തേങ്ങ, വാഴ, കുരുമുളക്, പൈനാപ്പിൾ, കൊക്കോ, ജാതിക്ക പോലുള്ള ക്രോപ്സ് ഒരുമിച്ച് വളർത്തുന്ന രീതിയാണ് മിക്സ്ഡ് ഫാമിംഗ്. ഇത് മണ്ണിൻ്റെ ഉപയോഗം മാക്സിമൈസ് ചെയ്യുകയും വർഷം മുഴുവൻ ഇൻകം കിട്ടാനും സഹായിക്കുന്നു. അതുപോലെ ഇപ്പോൾ കേരളത്തിൽ ഓർഗാനിക് ഫാമിങ്ങിനും വലിയ ഗ്രോത്ത് ആണുള്ളത്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് കുറച്ച് നാച്ചുറൽ രീതിയിൽ ഫ്രൂട്ട്സും വെജിറ്റബിളും പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഓർഗാനിക് ഫാമിംഗ്. ഹെൽത്തി ഫുഡിനും അതുപോലെ തന്നെ പെസ്റ്റിസൈഡ് ഫ്രീ പ്രോഡക്റ്റിനും ഡിമാൻഡ് കൂടിയതോടെ ഓർഗാനിക് ഫാമിംഗ് ഒരു പ്രീമിയം മാർക്കറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിൻ്റെ കുറവ് കാരണം ഫാമേഴ്സ് ഇപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷൻ പോലുള്ള മോഡേൺ ഇറിഗേഷൻ സിസ്റ്റം യൂസ് ചെയ്യുന്നു. ആവശ്യമായ വെള്ളം മാത്രമാണ് റൂട്ട്സിലേക്ക് എത്തിക്കുന്നതിനാൽ വാട്ടർ വേസ്റ്റ് വളരെ കുറയുകയും ചെയ്യുന്നു. ഡ്രിപ്പ് ഇറിഗേഷനിലേക്ക് മാറാനുള്ള മറ്റൊരു പ്രധാന കാരണം ഫെർട്ടിലൈസേഴ്സ് പോലും വെള്ളത്തിലൂടെ നേരിട്ട് റൂട്ടിലേക്ക് നൽകാൻ പറ്റുന്നതാണ്. ഇത് ഫെർട്ടിഗേഷൻ എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. അതിനാൽ പ്ലാന്റിന് ആവശ്യമായ ന്യൂട്രിയൻസ് കൃത്യമായി ലഭിക്കുകയും ഗ്രോത്ത് കൂടുതൽ ഹെൽത്തി ആകുകയും ചെയ്യും. അതുപോലെ ചെറിയ വീടുകളിലും ടെറസ് ഫാമിംഗ് കൾച്ചർ ഇപ്പോൾ ട്രെൻഡായി മാറിയിട്ടുണ്ട്. ഗ്രോ ബാഗിലും ചെറിയ സ്ഥലങ്ങളിലും ഫ്രഷ് വെജിറ്റബിൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകൾ ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും ഫാസ്റ്റായി വളരുന്ന മേഖലയാണ് എക്സോട്ടിക് ഫ്രൂട്ട് ഫാമിംഗ്. റംബുട്ടാൻ, മാംഗോസ്റ്റിൻ, അവക്കാഡോ, ഡ്രാഗൺ ഫ്രൂട്ട്, ദുരിയാൻ, അബിയു പോലുള്ള ഫോറിൻ ഫ്രൂട്ട്സ് വരെ കേരള ക്ലൈമറ്റിൽ നന്നായി അഡാപ്റ്റ് ചെയ്യുന്നു. ചില എക്സോട്ടിക് ഫ്രൂട്ടിന് മാർക്കറ്റിൽ കിലോക്ക് വലിയ വില വരെ ലഭിക്കുന്നുണ്ട്. എക്സോട്ടിക് ഫ്രൂട്ട് ഫാമിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് അത് ഫ്യൂച്ചർ ഓറിയൻറ്റഡ് അഗ്രികൾച്ചർ ആണെന്നതാണ്. ഇപ്പോൾ ആളുകൾക്ക് വെറും ഫ്രൂട്ട് വാങ്ങുന്നത് മാത്രമല്ല വേണ്ടത്. ന്യൂ ടേസ്റ്റ്, പ്രീമിയം ക്വാളിറ്റി, ഹെൽത്ത് ബെനിഫിറ്റ്, റെയർ വെറൈറ്റീസ് ഇതൊക്കെയാണ് മാർക്കറ്റിൽ കൂടുതലായി അന്വേഷിക്കുന്നത്. അതുപോലെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആൻഡ് മൾച്ചിങ് പോലുള്ള ടെക്നിക്സ് ഇപ്പോൾ കേരളത്തിൽ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. മഴവെള്ളം ശേഖരിക്കുക, മണ്ണിലെ മോയ്സ്ചർ നിലനിർത്തുക, റൂട്ട്സ് ഓവർ ഹീറ്റിംഗ് ഒഴിവാക്കുക ഇതെല്ലാം മോഡേൺ ഫാമിങ്ങിൻ്റെ ഭാഗമായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അഗ്രികൾച്ചർ വെറും കൃഷി മാത്രമല്ല, സ്മാർട്ട് പ്ലാനിംഗ്, ബിസിനസ് ഐഡിയ, ടെക്നോളജി, വാട്ടർ മാനേജ്മെൻറ്റ്, മാർക്കറ്റിംഗ് ഇതെല്ലാം കമ്പൈൻ ചെയ്യുന്ന ഒരു വലിയ ഇൻഡസ്ട്രിയായി മാറുകയാണ്. അടുത്ത കുറച്ച് വർഷങ്ങളിൽ കേരള അഗ്രികൾച്ചറിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് വരാൻ സാധ്യതയുള്ള മേഖലകൾ എക്സോട്ടിക് ഫാമിംഗ്, ഓർഗാനിക് ഫാമിംഗ്, വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് എന്നിവയായിരിക്കുമെന്ന് പലരും എക്സ്പെക്ട് ചെയ്യുന്നു. പണ്ടത്തെ എക്സ്പീരിയൻസും പുതിയ ടെക്നോളജിയും കമ്പൈൻ ചെയ്തൊരു പുതിയ ഫാമിംഗ് റെവല്യൂഷൻ ആണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.